കഥയുടെ തുടക്കത്തിൽ തന്നെ മൊസാദ് ഓഫീസറായ പീറ്ററും അയാളുടെ ഫ്രണ്ട്സും കൂടി ജർമ്മനിയിൽ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലറുടെ കൂട്ടാളിയായ അഡോൾഫ് ഐക്മാനെ പിടിക്കാനായി പോവുകയാണ്. അങ്ങനെ ഐക്മാന്റെ വീട്ടിലെത്തി അവർ ഐക്മാനെ ട്രാപ്പ് ചെയ്ത് പിടിക്കും. അങ്ങനെ പീറ്റർ അയാളുടെ ഭാര്യയോട് സംസാരിക്കുമ്പോഴാണ് തങ്ങൾ പിടിച്ചത് ഐക്മാനെയല്ല മറ്റൊരു നാസി ഓഫീസറെ ആയിരുന്നു എന്ന്. പീറ്റർ ഉടനെ തന്നെ ഫ്രണ്ട്സിന്റെ അടുത്തെത്തി അത് ഐക്മാൻ അല്ല എന്ന് പറയുമ്പോഴേക്കും അവർ അയാളെ കൊന്നിരുന്നു. ഇവൻ ഐക്മാൻ അല്ലെങ്കിലും കുഴപ്പമില്ല, ഇവനും നാസിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അവർ പീറ്ററിനോട് പറയും. ഇതേ സമയം അർജന്റീനയിൽ ഡാനി എന്ന് പേരുള്ള ഒരു ജൂത പെൺകുട്ടി തിയേറ്ററിൽ വെച്ച് ഒരു പയ്യനെ കാണുകയും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നുകയും ചെയ്യും. അങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ പരസ്പരം സംസാരിക്കും. ആ പയ്യന്റെ പേര് ക്ലോസ് എന്നായിരുന്നു. ക്ലോസ് ഡാനിയോട് പറയും, നമ്മുടെ ഈ ഇഷ്ടത്തെക്കുറിച്ച് നിന്റെ അച്ഛനോട് പറയാൻ ഞാൻ ഉടനെ തന്നെ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ക്ലോസ് ഡാനിയുടെ വീട്ടിലെത്തി ഡാനിയുടെ അച്ഛനുമായി സംസാരിക്കും. നിങ്ങളെ പോലെ ഞാനും ഒരു ജർമ്മൻ നാസി ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എന്റെ അച്ഛനൊക്കെ മരിച്ചു പോയി, ഞാനിപ്പോൾ എന്റെ അങ്കിൾ റിക്കാർഡോ ക്ലെമന്റിന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് പറയും. ജൂതന്മാരെ ഈ അർജന്റീനയിൽ നിന്നും നമുക്ക് തുടച്ചു നീക്കണമെന്ന് ഡാനിയുടെ അച്ഛനോട് ക്ലോസ് പറയും. അത് കഴിഞ്ഞ് അർജന്റീനയിൽ നിന്നെത്തിയ ജൂത ഓഫീസർ മൊസാദിന്റെ തലവനായ ഹാരന്റെ അടുത്ത് വന്ന് പറയും, ഈ അടുത്ത് അർജന്റീനയിൽ ഡാനി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ക്ലോസ് എന്ന പേരുള്ള ഒരു പയ്യനുമായി ഇഷ്ടത്തിലായി. എന്നാൽ അവൾ ജൂതയാണ് എന്ന് അവന് അറിയില്ലായിരുന്നു. ഈ പയ്യന് ഐക്മാനുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഓഫീസർ ഹാരനോട് പറയും. ഇതേ സമയം മൊസാദിലെ ഓഫീസറായ പീറ്ററും അഹ്റോണിയും മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു ഓഫീസർ അങ്ങോട്ടേക്ക് വന്ന് അഹ്റോണിയോട് പറയും, നീ ഉടനെ തന്നെ അർജന്റീനയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവനെ വിളിച്ചു കൊണ്ടുപോകും. ഇതേ സമയം അർജന്റീനയിൽ ക്ലോസ് തന്റെ കാമുകിയായ ഡാനിയെയും കൂട്ടി അർജന്റീനയുടെ 150-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായി നാസി ഗ്രൂപ്പ് നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് കാർലോസ് എന്ന് പേരുള്ള ഒരാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം പറയും, ഇദ്ദേഹം ഹിറ്റ്ലറുടെ നാസി ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വലിയ ഓഫീസർ ആയിരുന്നു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. എന്നാൽ കാർലോസിന് അവൾ ജൂതയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാർലോസ് ആ ഫംഗ്ഷനിൽ വെച്ച് അവരോടെല്ലാവരോടുമായി പറയും, ഈ ജൂതന്മാരാണ് എല്ലാ നാശത്തിനും കാരണം. അവന്മാർ ജർമ്മനിയിൽ നിന്നും ഇപ്പോൾ അർജന്റീനയിലും എത്തിയിട്ടുണ്ട്. അവന്മാരെ നമുക്ക് ഇവിടെ നിന്നും വൈപ്പ് ഔട്ട് ചെയ്യണമെന്ന് പറയുന്നത് കേട്ട് ഡാനി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് പീറ്റർ തന്റെ അമ്മയെ കാണാനായി തന്റെ വീട്ടിലേക്ക് പൂക്കളുമായി പോവുകയാണ്. ജൂതന്മാർ കൊന്നു കളഞ്ഞ തന്റെ മകളുടെ പൊട്ടിയ ഫോട്ടോയും നോക്കിയിരിക്കുകയാണ് പീറ്ററിന്റെ അമ്മ. അത് കഴിഞ്ഞ് അമ്മയും മോനും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീറ്ററിന്റെ അമ്മ അവനോട് ചോദിക്കും, നിന്റെ ഗേൾ ഫ്രണ്ട് ഹന്നയെ പറ്റി ഇപ്പോൾ നീ പറയുന്നത് കേൾക്കാണില്ലല്ലോ, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ബ്രേക്കപ്പ് ആയി പോയി എന്ന് പീറ്റർ അമ്മയോട് പറയും. അവിടെ നിന്നും തിരിച്ച് ഓഫീസിലെത്തുന്ന പീറ്ററിനെയും മറ്റ് ഓഫീസേഴ്സിനെയും മൊസാദിന്റെ ഹെഡായ ഹാരൻ അങ്ങോട്ടേക്ക് വിളിച്ച ശേഷം പറയും, ഐക്മാനെ അർജന്റീനയിൽ ഉണ്ട് എന്ന് ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അറിയാമല്ലോ, അയാൾ നമ്മുടെ ആളുകളെ നീചമായി കൊന്നുകളഞ്ഞ നാസിയാണ്. അയാളെ പിടിക്കാൻ ഞാൻ നിങ്ങളെയും നമ്മുടെ ബ്രില്യൻ ഗേളായ ഹന്നയുമാണ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഹന്നയും മിഷലിലേക്ക് വരണമെങ്കിൽ പീറ്റർ വിചാരിച്ചാലേ കഴിയൂ എന്ന് ഹെഡ് പറയും. അടുത്ത ദിവസം തന്നെ പീറ്റർ ഹന്ന വർക്ക് ചെയ്യുന്ന ഓഫീസിലെത്തി അവളോട് പറയും, ഞാനും നീയും ബ്രേക്കപ്പ് ആയി, അതൊക്കെ വിട്ടുകള, പക്ഷേ ഇത് ഐക്മാനെ പിടിക്കാനുള്ള ഓപ്പറേഷനാണ്, അതിന് നിന്റെ സഹായം വേണമെന്ന് അവളോട് പറയും. ഇതേ സമയം അർജന്റീനയിലെത്തിയ അറോണിയും മറ്റൊരു മൊസാദിന്റെ ഓഫീസറും കൂടി ഡാനിയെയും കൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിൽ ഐക്മാൻ ഉണ്ടോ എന്ന് അറിയാനായി അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കും. അങ്ങനെ പേടിച്ച് അവൾ ക്ലോസിന്റെ വീട്ടിലെത്തി വാതിൽ തട്ടുമ്പോൾ ക്ലോസിന്റെ ആന്റി വന്ന് വാതിൽ തുറക്കും. അപ്പോൾ അവൾ അവരോട് പറയും, ഞാൻ ക്ലോസിന്റെ ഗേൾഫ്രണ്ട് ഡാനിയാണ് എന്ന് പറഞ്ഞു. അവളെ സ്വീകരിച്ച് വീടിനകത്തേക്ക് കൊണ്ടുപോകും. അപ്പോഴവിടെ ടേബിളിൽ പൂവൊക്കെ ഇരിക്കുന്നത് കണ്ട് ഇന്ന് എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ് മോളെ എന്ന് പറയുമ്പോൾ ഐക്മാൻ തന്റെ മകനെയും എടുത്ത് അങ്ങോട്ടേക്ക് വന്ന ശേഷം പറയും, മോളാണോ ക്ലോസിന്റെ ഗേൾഫ്രണ്ട് എന്ന് ചോദിക്കും. ഇതേ സമയം പുറത്തു നിന്ന് ആ മൊസാദിന്റെ ഓഫീസർ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഒരു ഡിവൈസ് വഴി റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും തന്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ക്ലോസ് ഡാനിയെ കണ്ട് അവളോട് ഷൗട്ട് ചെയ്ത് ചോദിക്കും, നീ എന്തിനാണ് എന്നോട് പറയാതെ ആ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന്. ഇത് കാണുന്ന ഐക്മാൻ അങ്ങോട്ടേക്ക് വന്ന് ക്ലോസിന്റെ കോളറിൽ പിടിച്ച ശേഷം, ഇങ്ങനെയാണോ ഒരു പെൺകുട്ടിയോട് പെരുമാറാൻ ഞാൻ നിന്നെ പഠിപ്പിച്ചതെന്ന് ചോദിക്കും. സോറി ഡാഡ്, ഞാൻ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് ക്ലോസ് ഐക്മാനോട് പറയും. അങ്ങനെ ഡാനി വീടിന് പുറത്തേക്ക് പോകുമ്പോൾ ക്ലോസും അവളുടെ പിന്നാലെ വരും. എന്നാൽ അപ്പോഴേക്കും പുറത്തു വരുന്ന ഐക്മാൻ തന്റെ വീടിന് മുന്നിൽ നിൽക്കുന്ന ആ ഓഫീസറെ കാണും. അപ്പോഴേക്കും അഹ്റോണി ആ ജീപ്പും കൊണ്ട് അങ്ങോട്ടേക്ക് വരും. എന്നാൽ അവളുടെ പിന്നാലെ എത്തിയ ക്ലോസ് അവളോട് പറയും, കാർലോസ് അന്ന് എന്നോട് പറഞ്ഞു നീ ഒരു ജൂത പെൺകുട്ടിയാണ് എന്ന്. ഇത് കേൾക്കുന്ന ഡാനി അവനോട് പറയും, ജൂത ആയതുകൊണ്ട് മാത്രം നീ എന്നെ വേണ്ടെന്ന് വെക്കുകയാണോ എന്ന് ക്ലോസിനോട് അവൾ ചോദിക്കും. എന്നാൽ തന്റെ വീടിന് പുറത്ത് കണ്ട ആളെ കുറിച്ച് ഡൗട്ട് തോന്നിയ ഐക്മാൻ അയാളുടെ ഒരു രേഖാചിത്രവും ജൂതന്റെ എംബ്ലവും വരച്ചു. ഇതേ സമയം ഇസ്രയേലിൽ മൊസാദിന്റെ ഹെഡ് ഹാരൻ തന്റെ ഓഫീസറിനോട് ചോദിക്കും, അവിടെ കണ്ടത് ഐക്മാൻ ആണെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കുമെന്ന് ചോദിക്കും. എന്നാൽ ഡാനി ആ വീട്ടിലെത്തിയപ്പോൾ ആ ലേഡി എന്തോ ഒരു പ്രത്യേക ദിവസമാണ് എന്ന് പറഞ്ഞു. അന്നാണ് ഐക്മാൻ മാരി ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് പീറ്റർ മറ്റുള്ളവർക്ക് എടുത്ത് കാണിക്കും. അത് കഴിഞ്ഞ് അയാൾ കോളറിൽ പിടിക്കുമ്പോൾ ക്ലോസ് അയാളെ അങ്കിൾ എന്നല്ല വിളിച്ചത്, ഡാഡി എന്നാണ് വിളിച്ചതെന്നും പീറ്റർ പറയും. അങ്ങനെ ജർമ്മനിയിൽ നമ്മൾ ജൂതന്മാരെ കൊന്നു തള്ളിയ ഐക്മാനെ അവസാനം കണ്ടെത്തിയെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവർ എൻജോയ് ചെയ്യും. അങ്ങനെ തൊട്ടടുത്ത
തൊട്ടടുത്ത ദിവസം തന്നെ അവർ ഐക്മാനെ പിടിക്കാനായി പല വേഷത്തിൽ പല സമയങ്ങളിലായി അവർ ഓരോരുത്തരും അർജന്റീനയിൽ എത്തി. അവസാനം പീറ്ററും ഒരു ട്രാവലറിന്റെ രൂപത്തിൽ അർജന്റീനയിൽ എത്തി. എന്നിട്ട് അവൻ ദിവസങ്ങളോളം ഐക്മാന്റെ വീടിന് ചുറ്റും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു. എന്നിട്ട് അവൻ തന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ച ശേഷം പറയും, നാളെ രാത്രിയാണ് നമ്മൾ ഐക്മാനെ പൊക്കാൻ പോകുന്നത്. നമ്മൾ ഇസ്രയേലിൽ നിന്ന് വന്ന നയതന്ത്രജ്ഞ ഓഫീസർ ആണെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പോകും. ആ കൂട്ടത്തിൽ ഐക്മാനെ ബോധം കെടുത്തി അയാളെയും നമ്മളോടൊപ്പം ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുമെന്ന് പീറ്റർ അവരോട് പറയും. അങ്ങനെ ഐക്മാനെ തട്ടിക്കൊണ്ടു പോകാനായി പോകുന്ന രാത്രി ഹന്ന പീറ്ററിനോട് പറയും, എനിക്കറിയാം ആ നാസികൾ നിന്റെ കുടുംബത്തിലെ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട് എന്ന്. എന്നാൽ അപ്പോഴേക്കും പീറ്റർ ഹന്നയെ കിസ് ചെയ്യാനായി പോകുമ്പോൾ, നീ ആദ്യം ഐക്മാനെ പിടിക്കുക, അതിനുശേഷം നമുക്ക് ഇതൊക്കെ ചെയ്യാമെന്ന് അവൾ പറയും. അങ്ങനെ അന്ന് രാത്രി പീറ്ററും മറ്റ് ഓഫീസേഴ്സും ഐക്മാനെ പിടിക്കാനായി അയാളുടെ വീട്ടിൽ തങ്ങളുടെ വണ്ടി കേടായെന്നും പറഞ്ഞ് വണ്ടി നിർത്തിയിടും. എന്നാൽ അപ്പോഴേക്കും ഐക്മാൻ എന്നും ഓഫീസിൽ നിന്നും തിരികെ വരുന്ന ബസ് അങ്ങോട്ടേക്ക് വരും. എന്നാൽ ആ സ്റ്റോപ്പിൽ ബസ് നിർത്തുമെങ്കിലും ഐക്മാൻ അതിൽ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് നമ്മൾ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നത് മനസ്സിലായോ എന്നും പറഞ്ഞ് അവർ ചിന്തിച്ചു നിൽക്കുമ്പോൾ വീണ്ടും ഒരു ബസ് വന്ന് നിൽക്കും. അതിൽ നിന്നും ഐക്മാൻ ഇറങ്ങി ലൈറ്റും അടിച്ച് മുന്നോട്ട് നടന്നു വരും. അപ്പോഴേക്കും പീറ്റർ അയാളുടെ നേരെ നടന്നു ചെന്ന ശേഷം അയാളുടെ അടുത്തെത്തി അയാളെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റാനായി ഒരുങ്ങും. എന്നാൽ അപ്പോഴേക്കും ഐക്മാന്റെ ഭാര്യ പുറത്തെന്തോ ഒരു ശബ്ദം കേൾക്കും. ഇങ്ങനെ അഹ്റോണിയും ടീമും കാറും എടുത്ത് അങ്ങോട്ടേക്ക് വരുമ്പോൾ പീറ്റർ അയാളെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നാൽ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന ഐക്മാന്റെ ഭാര്യ അവിടെ യാതൊന്നും തന്നെ കാണില്ല. ഐക്മാന്റെ മകൻ ക്ലോസിന് അയാളുടെ കണ്ണാടി റോഡിൽ നിന്ന് കിട്ടുകയും തന്റെ അച്ഛൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ ഐക്മാനെ തങ്ങളുടെ സ്ഥലത്തെത്തിയ ശേഷം അഹ്റോണി ചോദ്യം ചെയ്യുമ്പോൾ തന്റെ പേര് ഐക്മാൻ എന്നൊന്നുമല്ല, തന്റെ പേര് ക്ലെമന്റ് എന്നാണ്, താൻ ഒരു ജൂതനാണെന്നൊക്കെ അവരോട് കള്ളം പറയും. എന്നാൽ അവരുടെ തെളിവ് നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ അയാൾക്ക് ഞാൻ ഐക്മാൻ ആണെന്ന് സമ്മതിക്കേണ്ടി വന്നു. ഐക്മാനെ നാളെ തന്നെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു ഓഫീസർ വന്ന് പറയും, 10 ദിവസത്തേക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഐക്മാനെയും കൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അയാൾ സ്വമേധയാണ് വരുന്നതെന്നും പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങണം, അല്ലാതെ അയാളെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന പീറ്ററിന് ഐക്മാന്റെ നേതൃത്വത്തിൽ 100 കണക്കിന് ജൂതന്മാരെ കൊന്ന് ഒരു ട്രക്കിൽ കൊണ്ടുവന്ന കാര്യം ഓർമ്മ വരും. ദേഷ്യം വന്ന പീറ്റർ ഐക്മാനെ കൊല്ലാനായി അയാളുടെ അടുത്തെത്തുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി പീറ്റർ അയാളെ വെറുതെ വിടും. തൊട്ടടുത്ത ദിവസം അവർ തീരുമാനിക്കും ഐക്മാന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അയാളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള സാക്ഷ്യപത്രം ഒപ്പിട്ട് വാങ്ങണമെന്ന്. അങ്ങനെ അഹോണി ആ സമ്മതപത്രവും കൊണ്ട് ഐക്മാന്റെ അടുത്ത് ചെല്ലുമ്പോൾ, ഞാൻ ഇതിൽ ഒപ്പിടില്ല, നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുപോയി എന്നെ ക്രൂശിക്കാനല്ലേ നിങ്ങൾ ഇതിൽ ഒപ്പിടാൻ പറയുന്നതെന്ന് ചോദിച്ച് ഐക്മാൻ അതിന് വിസമ്മതിക്കും. അത് കഴിഞ്ഞ് കാർലോസ് ക്ലോസിനെ കണ്ട ശേഷം പറയും, ആ ജൂതപ്പെണ്ണ് ഒറ്റിയതായിരിക്കും നിന്റെ അച്ഛനെ എന്ന്. എന്നാൽ അടുത്ത ദിവസം അഹോണി ആ സമ്മതപത്രവും കൊണ്ട് ഐക്മാന്റെ അടുത്തെത്തുമെങ്കിലും അയാൾ അതിൽ ഒപ്പിടാൻ തയ്യാറാവില്ല. എന്നാൽ ഇതിനിടയിൽ പീറ്റർ ഐക്മാനുമായി ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തിരുന്നു. എന്നാൽ ഐക്മാൻ അന്ന് തന്റെ വീടിന് മുന്നിൽ വെച്ച് കണ്ട ഓഫീസറിന്റെ ചിത്രം വരച്ചത് ക്ലോസിന് കിട്ടുകയും അവനത് അർജന്റീനൻ പോലീസിന്റെ കയ്യിൽ എത്തിക്കുകയും ചെയ്യും. എന്നാൽ പീറ്റർ ആകട്ടെ രാത്രിയൊക്കെ ഐക്മാനുമായി സൗഹൃദം നടിച്ച് അയാളടുത്ത് പോയിരിക്കുകയും അയാൾക്ക് ഷേവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഐക്മാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പീറ്റർ പുറത്തൊരു ശബ്ദം കേൾക്കുന്നത്. ഐക്മാനെ അന്വേഷിച്ച് നാസികളുടെ ഒരു ഗുണ്ട അവരുടെ വീട്ടിലേക്ക് വരും. എന്നാൽ ആ വീടിനുള്ളിലൊന്നും ആരെയും കാണാതെ അവിടെ ആരും ഇല്ലെന്ന് കരുതി അവൻ അവിടെ നിന്ന് തിരിച്ചു പോകും. അത് കഴിഞ്ഞ് മൊസാദിന്റെ ഹെഡ്, ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് അയാളുടെ ഒപ്പ് വാങ്ങാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യും. ഞാൻ അയാളുടെ ഒപ്പ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പീറ്റർ ഒരു ബോട്ടിൽ വൈനും എടുത്ത് ഐക്മാന്റെ അടുത്തേക്ക് പോകും. ഐക്മാന്റെ അടുത്തെത്തിയ പീറ്റർ അയാൾക്ക് ആ വൈൻ ഒഴിച്ചു കൊടുത്ത ശേഷം പറയും, നിങ്ങൾ ഇസ്രയേലിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫെയർ ആയൊരു ട്രയൽ ഞാൻ അവിടെ ഉറപ്പ് നൽകാമെന്ന് പീറ്റർ അയാൾക്ക് വാക്ക് കൊടുക്കുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട ആരെങ്കിലും ഞാൻ കൊന്നിട്ടുണ്ടോ എന്ന് ഐക്മാൻ ചോദിക്കും. അപ്പോൾ പീറ്റർ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച ശേഷം പറയും, ഇവരെ ഓർമ്മയുണ്ടോ, ഇവരെനിക്ക് സഹോദരി മാത്രമായിരുന്നില്ല, ഒരു അധ്യാപിക കൂടിയായിരുന്നു എന്ന് പറയും. ഇവരെയും കുഞ്ഞിനെയും നിങ്ങൾ വെടിവെച്ച് കൊന്നു എന്ന് പീറ്റർ പറയുമ്പോൾ ഐക്മാൻ ചോദിക്കും, ഞാൻ ഇസ്രയേലിലേക്ക് വരാമെന്ന് സമ്മതിച്ചാൽ എന്റെ ഭാര്യയെയും കുട്ടിയെയും ഒരു തവണ കാണിക്കുമോ എന്ന് പീറ്ററിനോട് ചോദിക്കും. പീറ്റർ കാണിക്കാമെന്ന് വാക്ക് കൊടുക്കുമ്പോൾ ഐക്മാൻ ആ സമ്മതപത്രത്തിൽ ഒപ്പിടും. പീറ്റർ വന്ന് തന്റെ മറ്റ് ഓഫീസേഴ്സിനോട് ഐക്മാൻ ഒപ്പിട്ട കാര്യം പറയുമ്പോൾ അവർക്കെല്ലാവർക്കും സന്തോഷമാണ്. എന്നാൽ പീറ്ററാണ് ഐക്മാനെ കൊണ്ട് ഒപ്പിടിച്ചതെന്ന് അറിഞ്ഞ അന്ന പീറ്ററിന്റെ അടുത്ത് വന്ന് അവനെ കിസ് ചെയ്യും. ഇപ്പോഴേക്കും ഐക്മാന് പീറ്റർ പറഞ്ഞ പെൺകുട്ടിയെ താൻ കൊന്നുകളഞ്ഞതിനെ പറ്റി ഓർമ്മ വരും. 100 കണക്കിന് ജൂതന്മാരെ കൊല്ലാനായി നിർത്തിയിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നും തന്റെ കുഞ്ഞിനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഐക്മാനോട് അപേക്ഷിച്ച് ആ പെൺകുട്ടി കരയുമ്പോഴേക്കും പട്ടാളക്കാർ അവളെയും കുഞ്ഞിനെയും വെടിവെച്ച് കൊല്ലും. എന്നാൽ ഇതേ സമയം ഡാനി ആ നാസികളുടെ കയ്യിൽ പെട്ടിരുന്നു. ബോസ് അങ്ങോട്ടേക്ക് വന്ന് അവളോട് പറയും, നിന്നെ ഉപദ്രവിക്കണമെന്ന് എനിക്കില്ല, എന്റെ അച്ഛൻ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിന്നെ വിടാമെന്ന് പറയും. അങ്ങനെ ഡാനി പറഞ്ഞതനുസരിച്ച് ഐക്മാൻ ഉള്ള സ്ഥലത്തേക്ക് അവർ പുറപ്പെടും. അതേസമയം പീറ്റർ ഐക്മാനെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഇസ്രായേലി ഓഫീസർ ആണെന്ന് പറഞ്ഞ് അർജന്റീനയിൽ നിന്നും ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനായി രൂപം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഐക്മാൻ പറയും, നീ പറഞ്ഞ ആ പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു, അവളെയും നിന്നെപ്പോലുള്ള ജൂത പട്ടികളെയും കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ജനിച്ചതെന്ന് പറയും. ഇത് കേട്ട് ദേഷ്യം വരുന്ന പീറ്റർ അയാളെ കൊല്ലാനായി മയക്കുമരുന്ന് കുത്തിവെക്കാനായി ഒരുങ്ങുമ്പോൾ ഹന്ന പീറ്ററിനെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകും. എന്നാൽ അപ്പോഴേക്കും നാസികൾ അവരുണ്ടായിരുന്ന സ്ഥലം തേടിപ്പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അവരുടെ കണ്ണു വെട്ടിച്ച് പീറ്ററും മറ്റ് മൊസാദ് ഓഫീസേഴ്സും ഐക്മാന്റെ രൂപം മാറ്റി എയർപോർട്ട്
എയർപോർട്ടിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. എയർപോർട്ടിന് മുന്നിലെ ചെക്കിംഗ് സ്ഥലത്തെത്തി ഞങ്ങൾ ഇസ്രായേലി ഓഫീസേഴ്സ് ആണെന്നും പറഞ്ഞ് അവർ പാസ്പോർട്ട് കൊടുക്കും. എന്നാൽ ഐക്മാനെ മയക്കിക്കിടത്തി അവർ ചെക്കിംഗ് ഓഫീസറിനോട് പറയും ഇയാൾ വളരെയധികം കുടിച്ചു, അങ്ങനെ ബോധം പോയതാണെന്ന് പറയും. ഐക്മാനും ഇസ്രായേലി ഓഫീസർ ആണെന്നുള്ള കള്ള പാസ്പോർട്ടാണ് അവർ അവിടെ കാണിച്ചത്. എന്നാൽ ക്ലിയറൻസ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഐക്മാൻ വരച്ച ആ ചിത്രത്തിലെ ഓഫീസറാണ് ആ കാർ ഓടിച്ചിരുന്നതെന്ന്. പീറ്ററും മറ്റുള്ളവരും ഐക്മാനെയും കൊണ്ട് ആ പ്ലെയിനിനുള്ളിലേക്ക് കയറുമ്പോൾ ആ നാസി ഓഫീസർ എയർപോർട്ട് കമാൻഡറുടെ റൂമിൽ വന്ന് ആ ഫ്ലൈയിങ് ക്ലിയറൻസ് മോഷ്ടിച്ചു കൊണ്ടുപോകും. അങ്ങനെ തങ്ങൾ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തവനെയും കൊണ്ട് തിരിച്ച് ഇസ്രായേലിലേക്ക് പോകുന്നുവെന്ന് ഓർത്ത് അവർ സന്തോഷിച്ചിരിക്കുമ്പോൾ പീറ്റർ ഹന്നയുടെ അടുത്ത് വന്ന് പറയും ഞാൻ നിന്നോട് ചെയ്തതിനെല്ലാം സോറി, നമുക്ക് വീണ്ടും റിലേഷൻ ആയിക്കൂടെ എന്ന്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് ഹന്ന പീറ്ററിനോട് പറയും. എന്നാൽ അപ്പോഴേക്കും ഫ്ലൈറ്റിലെ പൈലറ്റ് അങ്ങോട്ടേക്ക് വന്ന് അവരോട് പറയും ഫ്ലൈയിങ് ക്ലിയറൻസ് കാണാനില്ലെന്നാണ് അവർ പറയുന്നത്, അതുകൊണ്ട് നമുക്കിപ്പോൾ പോകാൻ കഴിയില്ല എന്ന് പറയും. എന്നാൽ നമ്മുടെ കയ്യിൽ കോപ്പി ഉണ്ടല്ലോ, ഞാനത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് വേഗം വരാമെന്ന് പറഞ്ഞ് പീറ്റർ ഫ്ലൈറ്റിൽ നിന്നും കമാൻഡറുടെ അടുത്തേക്ക് ഓടും. അങ്ങനെ ക്ലിയറൻസ് കമാൻഡർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അയാൾ പീറ്ററിനോട് പറയും ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പറക്കാം, അല്ലെങ്കിൽ 15 മിനിറ്റ് ലേറ്റ് ആയേ പോകാൻ കഴിയുള്ളൂ എന്ന്. എന്നാൽ അപ്പോഴേക്കും ആ നാസികൾ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട പീറ്റർ കമാൻഡറിനോട് പറയും ആ ഫ്ലൈറ്റ് പൊക്കോളാൻ അനുവാദം കൊടുത്തോളാം. എന്നാൽ ഹന്നെ ആവട്ടെ പീറ്റർ വരുന്നത് നോക്കിയിരിക്കുമെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകും. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഐക്മാന് പീറ്റർ വാക്കുകൊടുത്തതുപോലെ ഇസ്രായേലിൽ ജയിലിൽ വന്ന് അയാളുടെ ഭാര്യ ഐക്മാനെ കാണും. എന്നാൽ അർജന്റീനയിലുള്ള പീറ്റർ ആകട്ടെ കപ്പലിൽ കയറി തിരികെ ഇസ്രായേലിലേക്ക് വരും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന ഐക്മാന് കോടതി മരണശിക്ഷ വിധിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് പീറ്റർ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.